we saw how the acetyl coenzyme A, which is present in the mitochondrial matrix, is transported to cytosol where the fatty acid synthesis actually occurs. Okay, so acetyl coenzyme A is transported in the form of citrate to the cytosol, and there from the citrate, acetyl coenzyme A is regenerated in the cytosol. അപ്പോൾ നമുക്ക് വേണ്ടുന്ന acetyl coenzyme A ഇപ്പോൾ cytosol എത്തിയിട്ടുണ്ട്. Now we can actually begin the fatty acid synthesis. അതിനു മുന്നേ നമുക്ക് fatty acid synthesisന്റെ committed step എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റബോളിസത്തിലും നമുക്ക് എപ്പോഴും ഒരു committed step ഉണ്ടായിരിക്കും. ഈ കേസിൽ അസറ്റൈൽ കോഎൻസൈം എയിൽ നിന്ന് മാലോണൈൽ കോഎൻസൈം എ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്റ്റെപ്പാണ് ഫാറ്റി ആസിഡ് സിന്തസിസിലെ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന് പറയുക. ഓക്കെ, സോ ദ ഫോർമേഷൻ ഓഫ് മാലോണൈൽ കോഎൻസൈം എ ഇസ് എ കമ്മിറ്റഡ് സ്റ്റെപ്പ് ഇൻ ദ ഫാറ്റി ആസിഡ് സിന്തസിസ്. ആൻഡ് ഇത് കമ്മിറ്റഡ് സ്റ്റെപ്പാണ്, അതുപോലെ ഇത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് കൂടിയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് സ്റ്റെപ്പ് യൂസസ് എനർജി ഫ്രം ദ ഹൈഡ്രോളിസിസ് ഓഫ് ആൻ എ ടി പി മോളിക്യൂൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എ ടി പി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ആ സ്റ്റെപ്സ് എല്ലാം എന്താണ്, ഇറിവേഴ്സിബിൾ ആണ്. സോ ദിസ് ഇസ് എ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ആസ് വെൽ as കമ്മിറ്റഡ് സ്റ്റെപ്പ് in the fatty acid synthesis. And the enzyme that catalyzes this production of malonyl coenzyme A from acetyl coenzyme A is acetyl coenzyme A carboxylase 1. So this enzyme is a carboxylase enzyme. So it will have certain requirements for functioning. Okay, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ വേണം ഫംഗ്ഷൻ ചെയ്യാനായിട്ട്. ഒന്നാമത് ഇറ്റ് റിക്വയർസ് ആൻ എനർജി സോഴ്സ് വിച്ച് വിൽ ബി ഫുൾഫിൽഡ് ബൈ എ മോളിക്യൂൾ ഓഫ് എ ടി പി. ഒരു എ ടി പി മോളിക്യൂൾ ആണ് ഇവിടെ എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് റിക്വയർമെന്റ് ഇസ് എ കാർബൺ സോഴ്സ്, ബിക്കോസ് ഇത് കാർബോക്സിലേസ് ആണ്, കാർബോക്സിലേഷൻ ആണ് ഇത് നടത്തുന്നത് അല്ലേ. അഡീഷൻ ഓഫ് കാർബൺ എന്ന് പറയുന്ന കാർബോക്സിലേഷൻ ആണ് ഈ എൻസൈം പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ. So it requires a carbon source, and here the carbon source is bicarbonate. Okay, so bicarbonate is the second requirement, and the third requirement is a coenzyme. Here in this case it is a biotin, vitamin B7 ആയ ബയോട്ടിൻ ആണ് അസറ്റൈൽ കോഎൻസൈം എ കാർബോക്സിലേസിന്റെ കോഎൻസൈം. സോ ഈ മൂന്ന് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിലേ ആര് വർക്ക് ചെയ്യുള്ളൂ, അസറ്റൈൽ കോഎൻസൈം എ കാർബോക്സിലേസ് 1 എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എൻസൈം ആണ് അസറ്റൈൽ കോഎൻസൈം എനെ കാർബോക്സിലേഷൻ നടത്തിക്കൊണ്ട് അസറ്റൈൽ കോഎൻസൈം എനെ എന്താക്കി മാറ്റുന്നത്, മാലോണൈൽ കോഎൻസൈം എ ആക്കി മാറ്റുന്നത്. ആൻഡ് ആസ് ഐ ഹവ് മെൻഷൻ ദിസ് ഇസ് എ കമ്മിറ്റഡ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പം വൺസ് committed step എന്ന് വിളിക്കാൻ കാരണം after this step the acetyl coenzyme A becomes committed for fatty acid synthesis, and also ഇത് irreversible ആണെന്ന് പറഞ്ഞു, rate limiting സ്റ്റെപ്പ് കൂടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു എൻസൈമിന് 3 റിക്വയർമെന്റ് ഉണ്ട്. ഇനി ഇതൊരു ഒറ്റ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പറയാറ്, അസറ്റൈൽ കോഎൻസൈം എനെ മാലോണൈൽ കോഎൻസൈം എ ആക്കി മാറ്റുന്നു എന്ന് പറയുന്നെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് 2 ഇവന്റ്സ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ യു ക്യാൻ സീ ദ എൻസൈം ടുഗദർ വിത്ത് ദ ബയോട്ടിൻ. ഓക്കെ, സോ എൻസൈമും ബയോട്ടിനും ഒരുമിച്ചിരിക്കുകയാണ്. And first step that takes place is the hydrolysis of ATP to form to liberate energy. Hydrolysis of ATP നടന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് energy liberate ചെയ്യും, and the ATP is converted into ADP and inorganic phosphate. Then with this energy that is liberated from the hydrolysis of ATP, carbon dioxide is liberated from the bicarbonate. Okay, so you get a carbon dioxide from the bicarbonate. അതാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് റെഡ് കളറാണ്, ഇതും റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. So what happens is with the energy that is obtained from ATP, the carbon dioxide is linked to biotin. എൻസൈമിന്റെ കൂടെ ഇരിക്കുന്ന ബയോട്ടിനിലേക്ക് ഈ എനർജി യൂസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡിനെ ലിങ്ക് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ആൻ അസറ്റൈൽ കോഎൻസൈം എ, ദ കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ അസറ്റൈൽ കോഎൻസൈം എ. ഇവിടെ അസറ്റൈൽ കോഎൻസൈം എ നമുക്ക് കാണാം. ആൻഡ് അസറ്റൈൽ കോഎൻസൈം എയിലേക്ക് കാർബൺ ഡയോക്സൈഡിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈ എൻസൈം ചെയ്യുന്നത്. Okay, so what happens, acetyl coenzyme A will become malonyl coenzyme A. And as you know, malonyl coenzyme A is a 3-carbon substrate. 3-carbon compound ആണ് ആര്, malonyl coenzyme A എന്ന് പറയുന്നത്. Okay, so ഇതാണ് ഈ committed step of fatty acid synthesis, that is a formation of malonyl coenzyme A. അപ്പോൾ ഇത് committed step ആണ്, rate limiting step ആണ്. Also this particular step or the fatty acid synthesis as a whole can be inhibited or activated by inhibiting or activating the enzyme, carboxylase enzyme respectively. അപ്പോൾ ഈ fatty acid synthesis നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഈ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇനി fatty acid synthesisനെ നിർത്തണമെങ്കിൽ എന്താണ് ചെയ്യുക, അസറ്റൈൽ കോഎൻസൈം എ കാർബോക്സിലേസിനെ ഇൻഹിബിറ്റ് ചെയ്യണം. ഓക്കെ,
അപ്പം നമുക്ക് ഈ ഫാറ്റി ആസിഡ് സിന്തസിസിനെ അപ്പ് റെഗുലേറ്റ് ചെയ്യുകയും ഡൗൺ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ? ബൈ അപ്പ് റെഗുലേറ്റിംഗ് ഓർ ഡൗൺ റെഗുലേറ്റിംഗ് ദ എൻസൈം കാർബോക്സിലേസ് 1. ഓക്കെ. സോ നമുക്ക് ഇപ്പോൾ ഉണ്ടായ മാലനൈൽ കോഎൻസൈം എനെ നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് നമുക്ക് ആക്ച്വൽ സ്റ്റെപ്സിലേക്ക് പോവാം. അപ്പം ഫാറ്റി ആസിഡ് സിന്തസിസിൽ വർക്ക് ചെയ്യുന്ന എൻസൈം എന്താണെന്ന് പറഞ്ഞു? ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ പേരാണ് ഫാറ്റി ആസിഡ് സിന്തേസ്. അതിന് 7 കാറ്റലിറ്റിക് ഡൊമൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോ ഡൊമൈനും ഓരോ സ്റ്റെപ്പാണ് കാറ്റലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതിന് മറ്റൊരു റീജിയൻ ഉണ്ട്. അതാണ് എന്ത്? അസൈൽ കാരിയർ പ്രോട്ടീൻ. ആൻഡ് linked to the acyl carrier protein or ACP is a phosphopentathene molecule. Okay, and the phosphopentathene molecule, as I've mentioned yesterday, it will have a sulfhydryl group. Okay, and sulfhydryl group lekana endu vanna attach cheyyunnennu parnu? Acetyl coenzyme A vanna attach cheyyunnennu parnu. So ivide oru sulfhydryl group undu. Ini രണ്ടാമതും ഒരു sulfhydryl group ഉണ്ട്. അത് എവിടെ ഇരിക്കുന്നത്? ഫാറ്റി ആസിഡ് സിന്തേസിൽ ഒരു സിസ്റ്റീൻ റെസിഡ്യൂ ഉണ്ട്. Okay, what is the importance or peculiarity of cysteine? Cysteine is a sulfur containing amino acid and ഇവിടെ ഒരു സിസ്റ്റീനിൽ നിന്നുള്ള സൾഫൈഡ്രൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഹോൾ പ്രോസസ്സിൽ നമുക്ക് 2 സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ഫോസ്ഫോപാൻഡത്തിനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ACPയുടെ കൂടെ ഇരിക്കുന്ന സൾഫൈഡ്രൽ ഗ്രൂപ്പ്. അപ്പോൾ ഇനിയുള്ള പിക്ചേഴ്സിലെല്ലാം ACP-SH എന്നാണ് കാണുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ സിസ്റ്റീനിലുള്ള ഒരു SH ഉണ്ട്. ഇനി ഈ 2 SHലോട്ടുമാണ് അസറ്റൈൽ കോഎൻസൈം എയും ഇനി വരാൻ പോകുന്ന സബ്സ്ട്രേറ്റ്സും എല്ലാം ലിങ്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള സ്റ്റെപ്സിലേക്ക് പോകാം. ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ അസറ്റൈൽ കോഎൻസൈം എ, ഒരു അസറ്റൈൽ കോഎൻസൈം എനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു അസറ്റൈൽ കോഎൻസൈം എനെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നേരത്തെ നമ്മൾ മാലനൈൽ കോഎൻസൈം എ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അസറ്റൈൽ കോഎൻസൈം എ അല്ല ഇത്. ഇറ്റ്സ് അനദർ ഡിഫറെൻറ്റ് അസറ്റൈൽ കോഎൻസൈം എ. ആ അസറ്റൈൽ കോഎൻസൈം എ മാലനൈൽ കോഎൻസൈം എ ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ? അത് അവിടെ ഇരിക്കട്ടെ. Now we'll talk about the actual step. In the actual step or the first step, what happens is the acetyl coenzyme A becomes linked to the sulfhydryl group of phosphopentathene, and this becomes an intermediate and the coenzyme A is kicked off. So ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും സിസ്റ്റീൻ്റെ കൂടെയുള്ള സൾഫൈഡ്രൽ ഗ്രൂപ്പും ഉണ്ട്, ACPയുടെ കൂടെയുള്ള സൾഫൈഡ്രൽ ഗ്രൂപ്പ് ഉണ്ട്. ACP എന്ന് പറയുന്നത് എന്താ? അസൈൽ കാരിയർ പ്രോട്ടീൻ്റെ കൂടെ ആര് ലിങ്ക് ചെയ്തിട്ടുണ്ട്? ഫോസ്ഫോപാൻഡത്തിൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള സൾഫൈഡ്രൽ ഗ്രൂപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് 2 സൾഫൈഡ്രൽ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ 2 സൾഫൈഡ്രൽ ഗ്രൂപ്പിനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എ, എ ഡിഫറെൻറ്റ് അസറ്റൈൽ കോഎൻസൈം എ കംസ് ആൻഡ് അറ്റാച്ചസ് ടു ദ ACP-SH. ACPയുടെ കയ്യിലുള്ള SH ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ആര് അറ്റാച്ച് ചെയ്യും? അസറ്റൈൽ കോഎൻസൈം എ അറ്റാച്ച് ചെയ്യും ആൻഡ് കോഎൻസൈം എ കിക്ക് ഓഫ് ചെയ്യും. അപ്പം അക്ഷരാർത്ഥത്തിൽ ആര് മാത്രമേ ഇവിടെ ലിങ്ക് ചെയ്യപ്പെടുന്നുള്ളൂ? അസറ്റൈൽ ഗ്രൂപ്പ് വിൽ ഗെറ്റ് ലിങ്ക് ടു ദ സൾഫൈഡ്രൽ ഗ്രൂപ്പ് ഓഫ് ACP. ഓക്കെ, അപ്പം ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഒരു എൻസൈം ആയിരിക്കണമല്ലോ. നമുക്കൊരു എൻസൈം ഉണ്ടെങ്കിൽ അത് കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദി എൻസൈം വിച്ച് കാറ്റലൈസസ് ദിസ് ലിങ്കിങ് ഓഫ് അസറ്റൈൽ കോഎൻസൈം എ ടു ദ സൾഫൈഡ്രൽ ACP-SH ഈസ് അസറ്റൈൽ ട്രാൻസ് അസൈലേസ് എൻസൈം. Acetyl trans-acylase enzyme catalyzes the linking of acetyl coenzyme A to the ACP-SH. Okay. Now we'll move on to the second step. In the second step, ഇപ്പം നമുക്കറിയാം അസറ്റൈൽ ഗ്രൂപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ACP-SHലാണ് അസറ്റൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ദി അസറ്റൈൽ ഗ്രൂപ്പ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ സിസ്റ്റീൻ സൾഫൈഡൽ ഗ്രൂപ്പ്. സിസ്റ്റീൻ്റെ കയ്യിലുള്ള സൾഫൈഡൽ ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന താഴെ ഇരിക്കുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ താഴെ ACP-SHലായിരുന്ന
അസറ്റൈൽ ഗ്രൂപ്പ് എവിടെ എത്തി? ഇപ്പം മുകളിലാണ് എത്തിയിരിക്കുന്നത്. ഏത് സൾഫൈഡൽ ഗ്രൂപ്പിലാണ്? സിസ്റ്റീൻ സൾഫൈഡൽ ഗ്രൂപ്പിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ആര് എൻ്റർ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ മാലനൈൽ കോഎൻസൈം എ ഫോം ചെയ്തില്ലായിരുന്നോ? ആ മാലനൈൽ കോഎൻസൈം എ മേക്സ് its entry to the fatty acid synthesis in step 3. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 ആകുമ്പോഴത്തേനും ആദ്യം കമ്മിറ്റഡ് സ്റ്റെപ്പിൽ ഉണ്ടായ മാലനൈൽ കോഎൻസൈം എ, അത് തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന അസറ്റൈൽ കോഎൻസൈം എ വിത്ത് അസറ്റൈൽ കോഎൻസൈം എ കാർബോക്സിലേസ് 1 carbon dioxide ATP leads to the formation of malonyl coenzyme A, and this malonyl coenzyme A will enter the step 3. ആൻഡ് ഈ മാലനൈൽ കോഎൻസൈം എ എന്ത് ചെയ്യും? ആദ്യമേ പോയിട്ട് ഇനി ഇവിടെ ഏത് SH ഗ്രൂപ്പാണ് ഫ്രീ ആയിട്ടിരിക്കുന്നത്? ACPSH ആണ് അല്ലേ? അപ്പോൾ ആ ACPSH ഗ്രൂപ്പിലേക്ക് പോയിട്ട് ലിങ്ക് ചെയ്യും. Okay, so the malonyl coenzyme A enters fatty acid synthesis at step 3 and it gets attached to the ACPSH. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം, സിസ്റ്റീൻ SHൻ്റെ കൂടെ സിസ്റ്റീൻ്റെ കയ്യിലുള്ള സൾഫൈഡൽ ഗ്രൂപ്പിലേക്ക് ചെന്നിട്ട് ആദ്യം വന്ന അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് വന്ന അസറ്റൈൽ ഗ്രൂപ്പ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാലനൈൽ കോഎൻസൈം എ ആയിട്ട് വന്ന ഈ ഗ്രൂപ്പ് പോയിട്ട് ACPSHലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ. ഓക്കെ, അപ്പം ഈ ലിങ്കിങ് നടത്തുന്നത് അല്ലെങ്കിൽ ഈ ലിങ്കിങ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു എൻസൈമാണ്. അതിൻ്റെ പേരാണ് മാലനൈൽ ട്രാൻസ് അസൈലേസ്. ഓക്കെ, so the third step is catalyzed by an enzyme called malonyl. I'll write here. Malonyl transacylase enzyme catalyzes the linking of malonyl coenzyme A to the ACPSH. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് ട്രാൻസ്അസൈലേസ് എൻസൈംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പിൽ we talked about acetyl transacylase enzyme, and in the step 3 the enzyme is malonyl transacylase enzyme. അപ്പം ഇതിലെ രണ്ടിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the malonyl transacylase enzyme is specific for malonyl coenzyme A. മാലനൈൽ കോഎൻസൈം എക്ക് വേണ്ടി മാത്രമുള്ള ഒരു ട്രാൻസ്അസൈലേസ് എൻസൈം ആണ് മാലനൈൽ ട്രാൻസ്അസൈലേസ് എൻസൈം. ബിക്കോസ് അതിന് മാലനൈൽ കോഎൻസൈം എനെ മാത്രമേ ആരിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ? ACPSHലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ദ കേസ് ഇസ് ഡിഫറെൻറ്റ് ഫോർ അസറ്റൈൽ ട്രാൻസ്അസൈലേസ് എൻസൈം. കാരണം എന്താണ്? അത് അത്ര സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈം അല്ല. അതിന് അസറ്റൈൽ ഗ്രൂപ്പിനെ മാത്രമല്ല ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ഓൺ പ്രൊപ്പിയോണൽ കോഎൻസൈം എ. ഓക്കെ, അപ്പോൾ ആദ്യമേ പറഞ്ഞു അസറ്റൈൽ കോഎൻസൈം എക്ക് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആറ്റം ഉള്ള ഒരു ഗ്രൂപ്പാണ് അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറഞ്ഞു. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എ ആണ് ആദ്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ദിസ് ഹോൾ പ്രോസസ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഈവൻ ചെയിൻ ഫാറ്റി ആസിഡ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, സമ്മറി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് എന്തിലാണ് കൾമിനേറ്റ് ചെയ്യുന്നത്? ദിസ് വിൽ stop, this particular thing will stop with the production of palmitic acid, അല്ലെങ്കിൽ ഒരു 16 കാർബൺ ഉള്ള ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിട്ടാണ് ഇത് ഈ പ്രോസസ്സ് എൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പാൽമിറ്റിക് ആസിഡ് ആണ് എന്താവുന്നതെന്ന് പറഞ്ഞു, ബാക്കിയുള്ള ഫാറ്റി ആസിഡ്സിൻ്റെ ഫോർമേഷനൊക്കെ പ്രീകേഴ്സർ ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ആദ്യമേ വരുന്ന ഇനീഷ്യലി വന്ന് ജോയിൻ ചെയ്യുന്ന കോഎൻസൈം എ എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം എ ആയതുകൊണ്ടാണ്. അതിന് 2 കാർബണേ ഉള്ളൂ. പ്രൊപ്പിയോണൽ കോഎൻസൈം എ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്. പ്രൊപ്പിയോണൽ കോഎൻസൈം എക്ക് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പം അതാണ് അസറ്റൈൽ കോഎൻസൈം എക്ക് പകരം ആദ്യം വരുന്നതെങ്കിൽ ദിസ് ഹോൾ ഫാറ്റി ആസിഡ് സിന്തസിസ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ആൻ ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. അപ്പം നമുക്ക് 2 ട്രാൻസ്അസൈലേസ് എൻസൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, acetyl transacylase as well as malonyl transacylase. And here ഇവിടെ നമുക്ക് കാണാം, ഇവിടെ വന്ന മാലനൈൽ ഗ്രൂപ്പ് എവിടേക്ക് ആഡ് ചെയ്തു? ACPSHലേക്കാണ് ആഡ് ചെയ്ത്. നമ്മൾ നേരത്തെ വന്ന അസറ്റൈൽ കോഎൻസൈമിനെ ട്രാൻസ്ഫർ ചെയ്ത് എവിടെ വെച്ചിട്ടുണ്ട്? സിസ്റ്റീൻ SHലേക്ക് അസറ്റൈൽ ഗ്രൂപ്പായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഎൻസൈമിനെ കിക്ക് ഓഫ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ദാറ്റ് ഇസ് സ്റ്റെപ്പ് 4. ഇവിടെ ഒരു കണ്ടൻസേഷൻ സ്റ്റെപ്പാണ് ഈ പറയുന്ന സ്റ്റെപ്പ്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഡീകാർബോക്സിലേഷൻ ആണ് നടന്നത് അല്ലേ? ഇവിടെ നോക്ക്, ഒരു കാർബൺ ഡയോക്സൈഡ് കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അതെവിടുന്നാ വന്നേ? ഇവിടുന്നാ വന്നേ, മാലനൈൽ ഗ്രൂപ്പിൽ നിന്ന്. അതായത് ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഈ
ഇതാണ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് എവിടെ പോയത്, ലിബറേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള എച്ച് എന്ത് ചെയ്തു, അത് CH3 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഒരു കാർബൺ ഡയോക്സൈഡ് ഇവിടുന്ന് പോയി. അപ്പോൾ that is liberated, hence this is known as a decarboxylation step. അപ്പോൾ ഡീകാർബോക്സിലേഷൻ ചെയ്യാനായിട്ട് ഒരു എൻസൈം വേണമല്ലോ. ആ എൻസൈമിന്റെ പേരാണ് അസൈൽ, I'll just write it down. Acyl malonyl ACP Acyl malonyl ACP condensing enzyme performs a decarboxylation on the malonyl coenzyme A. And ഇതെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദ റിലീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ malonyl group, the malonyl group will act as a nucleophile. ഓക്കെ, അപ്പം അതൊരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ന്യൂക്ലിയോഫൈൽ ചെന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് വിൽ അറ്റാക്ക് ദി അസറ്റൈൽ ഗ്രൂപ്പ് ദാറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദ സിസ്റ്റീൻ. ഓക്കെ, ഇത് കാർബൺ ഡയോക്സൈഡ് ലിബറേറ്റ് ചെയ്ത കാരണം ദിസ് ഹോൾ തിങ് വിൽ ബിക്കം എ ന്യൂക്ലിയോഫൈൽ, ആൻഡ് ദിസ് ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ദ അസറ്റൈൽ ഗ്രൂപ്പ് ഓർ ദ സൾഫൈഡ്രൽ. ഈ ബോണ്ട് ഉണ്ടല്ലോ, അസറ്റൈൽ ഗ്രൂപ്പിനെ ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബോണ്ട്, ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ദ അസറ്റൈൽ ദാറ്റ് ബ്രേക്സ് എ തയോഎസ്റ്റർ ബോണ്ട്. ഇതൊരു തയോഎസ്റ്റർ ബോണ്ടാണ്. ഈ ബോണ്ട് ഈ ന്യൂക്ലിയോഫൈൽ ചെന്നിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ആര് ഫ്രീ ആവും, അസറ്റൈൽ ഗ്രൂപ്പ് ഫ്രീ ആവും. ആൻഡ് ദിസ് അസറ്റൈൽ ഗ്രൂപ്പ് വിൽ ലിങ്ക് ടു ദ malonyl group or whatever that is remaining after the removal of a carbon dioxide. Okay, അപ്പോൾ ഇവിടുത്തെ ഈ കാർബൺ ഡയോക്സൈഡ് ഇവിടുന്ന് പോയതിന് ശേഷം the malonyl moiety will become a nucleophile, and this leads to a nucleophilic attack on the thioester linkage between cysteine SH and the acetyl group. Hence the acetyl group will condense with the malonyl group. മാലോണൈൽ ഗ്രൂപ്പ് ആയിരുന്ന സ്ഥലത്ത്, അതായത് കാർബൺ ഡയോക്സൈഡ് പോയതിനു ശേഷം അത് ന്യൂക്ലിയോഫൈലായി, അത് പോയിട്ട് തയോസ്റ്റർ ബോണ്ടിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന അസറ്റൈൽ ഗ്രൂപ്പ് ആസ് എ റിസൾട്ട് ഇറ്റ് വിൽ ഗെറ്റ് കണ്ടൻസ് വിത്ത് ദ ACP SH ലിങ്കേജ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് എന്ത് ചെയ്തു, അതവിടെ ലിങ്ക് ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തല്ലോ. നമ്മൾ ആദ്യം ഒരു കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിച്ചായിരുന്നു. എപ്പോഴായിരുന്നു, മാലോണൈൽ കോൻസൈമെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാർബൺ ഡയോക്സൈഡിനെ ഉപയോഗിച്ചായിരുന്നു. ആ കാർബൺ ഡയോക്സൈഡ് ആണ് ഇപ്പം നമ്മൾ ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ദിസ് മീൻസ് ഇസ്, നമ്മൾ ഈ ഉണ്ടാക്കുന്ന സിന്തസൈസ് ചെയ്യുന്ന ഫാറ്റി ആസിഡിന്റെ ചെയിനിലെ കാർബൺസ് എല്ലാ കാർബണും, all those carbon atoms come from the acetyl coenzyme A. അസറ്റൈൽ കോൻസൈം എയിൽ നിന്നുള്ള കാർബൺ ആറ്റം ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ഫാറ്റി ആസിഡ് ചെയിനിലെ കാർബൺ ആറ്റംസ് എല്ലാം. അല്ലാതെ നമ്മൾ മാലനൈൽ കോൻസൈം എ ഉണ്ടാക്കാൻ ഉപയോഗിച്ച കാർബൺ ഡയോക്സൈഡിലെ കാർബൺ ഒന്നും ഈ ഫാറ്റി ആസിഡ് നമ്മൾ ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫാറ്റി ആസിഡിൽ ഇല്ല. കാരണം എന്താ, നമ്മൾ അവിടെ ഉപയോഗിച്ചത് ഇവിടെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് അഫക്റ്റഡ് ആയത്, തയോഎസ്റ്റർ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തത്. തയോഎസ്റ്റർ ബോണ്ട് ഒരു ഹൈ എനർജി ബോണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് നമ്മുടെ ഫാറ്റി ആസിഡ് സിന്തസിസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇനി അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ഇസ് വെരി ക്രൂഷ്യൽ ഇൻ ദ സെൻസ് ദാറ്റ് ദ എനർജി ഫോംഡ് ആഫ്റ്റർ ദ ബ്രേക്കേജ് ഓഫ് തയോസ്റ്റർ linkage will drive the റിയാക്ഷൻ ഫോർവേഡ്. ഇതിൽ നിന്ന് കിട്ടിയ എനർജി വെച്ചിട്ടാണ് ഇനി നമ്മുടെ റിയാക്ഷൻ എല്ലാം ഫോർവേഡ് ആയിട്ട് പോകാൻ പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം റിസൾട്ട് ചെയ്തല്ലോ, ഇതിന്റെ പേരാണ് അസറ്റൈൽ ACP ഇന്റർമീഡിയറ്റ്. കാരണം എന്താ, ഇവിടെ ഒരു അസറ്റൈൽ ഗ്രൂപ്പും ഉണ്ട്, ഇവിടെ ഒരു അസറ്റോ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഇത് അസറ്റോ എന്ന് പറയുന്നു, ഇത് അസറ്റൈൽ ഗ്രൂപ്പാണ്. സോ ദിസ് പ്രോഡക്റ്റ് ഇസ് നോൺ ആസ് അസറ്റൈൽ ACP ഇന്റർമീഡിയറ്റ്. അസറ്റൈൽ ACP ഇന്റർമീഡിയറ്റ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഫോർത്ത് സ്റ്റെപ്പിന്റെ ഇമ്പോർട്ടൻസ്
മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ നിന്നുള്ള എനർജിയാണ് എന്ത് ചെയ്യുക, ഫാറ്റി ആസിഡ് സിന്തസിസിനെ മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് അസറ്റോ അസറ്റൈൽ ACP ഇന്റർമീഡിയറ്റ് കിട്ടി. നൗ വിൽ മൂവ് ഓൺ ടു ദ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് എ റിഡക്ഷൻ സ്റ്റെപ്പ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു റിഡക്റ്റന്റിന് ആവശ്യമുണ്ട്. ആദ്യമേ പറഞ്ഞായിരുന്നു ഡിഫറൻസസ് ബിറ്റ്വീൻ സിന്തസിസ് ആൻഡ് ഡിഗ്രഡേഷൻ പറഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് റിഡക്റ്റൻസിനെയാണ് ആവശ്യം, ഡീഗ്രഡേഷന് നമുക്ക് ആരെയാണ് ആവശ്യം, ഓക്സിഡന്റിനെയാണ് ആവശ്യം. ഓക്കെ, സോ ഹിയർ NADPH+ ആക്ട് ആസ് എ റിഡക്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ഡോണർ. ഹൈഡ്രജനേഷൻ ആണ് ബേസിക്കലി ഇവിടെ ഹൈഡ്രജന്റെ അഡീഷൻ ആണ് നടക്കുന്നത് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യണം. അതിന് വേണ്ടി വരുന്നതാണ് NADPH+. അപ്പം ആദ്യമേ പറഞ്ഞിരുന്നല്ലോ NADPH+ എവിടെ നിന്നുണ്ടാവും എന്ന് പറഞ്ഞു. ഓക്സലോഅസറ്റേറ്റിനെ മാലൈറ്റിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. കാരണം അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന NADPH ആണ് എന്തിന് ഉപയോഗിക്കുന്നത്, ഫാറ്റി ആസിഡ് സിന്തസിസിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന NADPH ആണെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇസ് എ റിഡക്ഷൻ